എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. യോഹന്നാൻ 5:10-11 വാക്യങ്ങൾ. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ശബത്തിൻ്റെ ശുദ്ധീകരണമാണ് കർത്താവ് ഈ പക്ഷവാതക്കാരൻ അല്ലെങ്കിൽ ഈ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിലൂടെ നമ്മൾ കാണുന്നത്. യഹൂദ പ്രമാണിമാരും യേശുവും തമ്മിൽ ശബത്ത് ആചരണ നിയമങ്ങൾ സംബന്ധിച്ച് പരസ്യ ശുശ്രൂഷ നാളുകളിൽ തുടർ സംവാദങ്ങളുണ്ടായിരുന്നു. ബെഥസ്ദ കുളക്കരയിൽ വെച്ച് ശയ്യാവലംബിയായിരുന്ന മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതും കിടക്കയെടുത്ത് നടന്നതും ഒരു ശബത്ത് നാളിലായിരുന്നു. അയാൾ കിടക്കയെടുത്ത് നടന്നു എന്നത് ഒരു ജോലി ആയതുകൊണ്ട് ശബത്താചാരണ നിയമത്തെ ലംഘിച്ചു എന്ന് ചിലർ പറയുകയും യേശു അത് സംബന്ധിച്ച് ദീർഘമായ ഒരു പ്രഭാഷണവും സംവാദവും നടത്തുകയും ചെയ്തു. ദൈവപുത്രൻ എന്ന തൻ്റെ സ്വത്വബോധത്തെയും ദൗത്യബോധത്തെയും കർത്താവ് അതിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കും മുൻപ് സൗഖ്യം പ്രാപിച്ച മനുഷ്യനുമായുള്ള യേശുവിൻ്റെ സംഭാഷണങ്ങൾ ഉയർത്തുന്ന ചില ചിന്തകളുണ്ട്. ഒന്ന്, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഒരു പുതിയ വിധേയത്വവും കൂറും പ്രഖ്യാപിക്കുകയായിരുന്നു. യാഥാസ്ഥിതിക യഹൂദർ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നതിനെക്കുറിച്ച് അസ്വസ്ഥതയുള്ളവരായി. അയാളെ അവർ ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ സൗഖ്യദായകൻ തന്നോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടതായി ഇദ്ദേഹം പറയുന്നു. മതവിശ്വാസത്തിൻ്റെ ചട്ടങ്ങളോ ഇതം പര്യന്തമുള്ള കർമാചാരങ്ങളോ അയാൾക്ക് വിമോചനം നൽകിയില്ല. യേശുവിൻ്റെ വചനത്തിന് മാത്രമാണ് സൗഖ്യം നൽകാൻ കഴിഞ്ഞത്. തൻ്റെ ബലഹീനതയിൽ തളർന്നു കിടക്കാനുള്ള ഉപകരണമായിരുന്നു അയാൾക്ക് കിടക്ക. ഇപ്പോൾ അയാൾ ആ കിടക്കയെ തൻ്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. ബലഹീനതയുടെ പ്രതീകത്തെ ചുമന്നു മാറ്റാനുള്ള ബലം അയാൾ കണ്ടെത്തിയിരിക്കുന്നു. അതിന് കാരണഭൂതമായ വ്യക്തിയോടുള്ള കൂറും വിധേയത്വവുമാണ് അയാൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ദൈവരാജ്യ അധികാരത്തോടുള്ള വിധേയപ്പെടലും അതുയർത്തുന്ന ഒരു പുതിയ ജീവിത വീക്ഷണവുമാണ് ശരിയായ വിമോചനത്തിൻ്റെ ആദ്യ പടി. 2, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഒരു പുതിയ ജീവിത ശൈലി പിൻപറ്റണമെന്ന് യേശു അയാളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ച മനുഷ്യനോടുള്ള യേശുവിൻ്റെ വാക്കുകൾ വളരെ പരിമിതമായിരുന്നു. ദേവാലയത്തിൽ വെച്ച് യേശു അയാളെ കണ്ടുമുട്ടിയപ്പോൾ ഇനി തിന്മയായത് ഭവിക്കാതിരിപ്പാൻ അധികം പാപം ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പാപം അതിലേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ കൂടുതൽ ദോഷകരമായത് സംഭവിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടായത്. പാപത്തിനും രോഗത്തിനും തമ്മിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് എന്ന് യേശു എല്ലാ രോഗം സംബന്ധിച്ചും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ യേശു ആ കാഴ്ചപ്പാടിനെ പിന്താങ്ങുന്നുണ്ട്. നീതിനിഷ്ഠവും സത്യസന്ധവുമായ പാതകളെക്കുറിച്ച് അയാളെ ഓർമ്മിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. മറ്റൊരു കാര്യം, യഹൂദരുടെ വിമർശനത്തെ യേശു എതിർക്കുകയും തൻ്റെ നിലപാടിനെ സാധൂകരിക്കുകയും ചെയ്തു. യോഹന്നാൻ 5:10-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. തനിക്കും തൻ്റെ പിതാവിനും ജോലിയിൽ നിന്നും വിശ്രമിക്കാൻ കഴിയുന്നില്ല എന്ന് യേശു വ്യക്തമാക്കുന്നു. ഒരുവൻ തന്നെ ദൈവത്തോട് ഉപമിക്കുന്നത് ദൈവദൂഷണവും മരണശിക്ഷ അർഹിക്കുന്ന കുറ്റവുമാണ്. അതുകൊണ്ട് യഹൂദർ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു. കാരണം ദൈവദൂഷണത്തിനുള്ള ശിക്ഷ മരണം തന്നെയാണ്.
ദൈവത്തിന് വിശ്രമിക്കാൻ കഴിയുന്നില്ല എന്ന പ്രസ്താവനയ്ക്ക് കൂടുതൽ ഉൾക്കാഴ്ചകളുണ്ട്. 6 ദിവസത്തെ സൃഷ്ടി പ്രക്രിയയ്ക്ക് ശേഷം ദൈവം 7-ാം ദിവസമാണ് വിശ്രമിച്ചത്. എല്ലാം നല്ലതെന്ന് കണ്ടിട്ടാണ് ദൈവം വിശ്രമിച്ചത്. എന്നാൽ പാപം ലോകത്തിൽ പ്രവേശിച്ചപ്പോൾ സകലവും ക്രമരഹിതമാവുകയും ദൈവത്തിന് വിശ്രമിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. സകലത്തെയും ദൈവിക ക്രമത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള യത്നത്തിൽ ദൈവം പ്രവർത്തന നിരതനാണ്. രോഗവും തകർച്ചയും അഴിഞ്ഞുപോകലും ഉള്ള ഇടങ്ങളിൽ ദൈവം പുനഃസൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശബത്ത് നാളിലെ സൗഖ്യമാക്കൽ ഈ പുനഃസൃഷ്ടിയുടെ ആവിഷ്കാരമാണ്. ശബത്ത് നാളിൽ സംഭവിക്കേണ്ടതും ഈ പുനഃസൃഷ്ടിയുടെ ആവിഷ്കാരം തന്നെ ആയിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. നമ്മളിൽ ഉണർത്തുന്ന ചില പ്രത്യേക ധ്യാന ഉൾക്കാഴ്ചകൾ കർത്താവ് നൽകുന്ന സൗഖ്യം പൂർണ്ണതയുള്ളതായിരുന്നതിൽ അല്ലെങ്കിൽ ആയിരുന്നതിന് നമ്മുടെ ജീവിതങ്ങളെ ദൈവിക കർത്തൃത്വത്തിന് വിധേയപ്പെടുത്തി ധാർമ്മിക വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ്. ദൈവത്തിൻ്റെ പുനഃസൃഷ്ടികൾ തുടരുമ്പോൾ നമുക്ക് അതിലുള്ള പങ്കാളിത്തം എങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുന്നത്? മതതത്വങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും യഥാർത്ഥത്തിൽ വിമോചനാത്മകമാകുന്നുണ്ടോ? അങ്ങനെയാക്കി തീർക്കാൻ നാം എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ദൈവിക പ്രമാണങ്ങളിൽ ഉറച്ച് നിൽപ്പാൻ, നിലപാടുകളിൽ നിന്ന് മാറാതിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ ദിനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് രോഗശാന്തി തന്നും ആത്മസമാധാനം തന്നും ഞങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവാണല്ലോ. അങ്ങയെ പിൻപറ്റാൻ ധാർമ്മിക വിശുദ്ധിയുള്ള ജീവിതം തന്ന് വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ പന്ഥാവുകളിൽ നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.